7 മണി കഴിഞ്ഞ് 51 മിനിറ്റായിരിക്കുന്നു. സുരക്ഷയൊരുക്കുന്നതിലെ ഹെൽമറ്റിന്റെ പ്രാധാന്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. കോഴിക്കോട് ഒരു വീടിന്റെ സിറ്റ് ഔട്ടിൽ തൂക്കിയിട്ട ഹെൽമറ്റ് ഇന്നൊരു കിളിക്കൂടായി മാറിയിരിക്കുന്നു. കാണാം സുന്ദരമായൊരു റിപ്പോർട്ട്. ടൂ വീലർ ഓടിക്കുന്ന സമയത്ത് നമ്മളെല്ലാം ഹെൽമറ്റ് ധരിക്കാറുണ്ട്. ഒരുപക്ഷെ അപകടത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നത് ഈ ഹെൽമറ്റ് ആയിരിക്കും. പോലീസിനെ പേടിച്ചും ക്യാമറ പേടിച്ചും ആളുകൾ ഹെൽമറ്റ് ധരിക്കാറുമുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് അതൊന്നുമല്ല. നമ്മൾക്ക് സുരക്ഷ നൽകുന്ന ഈ ഹെൽമറ്റ് പക്ഷി ജീവജാലങ്ങൾക്കും സുരക്ഷ നൽകുന്നുണ്ട്. എങ്ങനെയെന്ന് കാണാം. കോഴിക്കോട് തടമ്പാട്ടു താഴത്തെ ഒരു വീടാണ്. തമിഴ്നാട് സ്വദേശിയായ ആനന്ദ് ചേട്ടൻ വാടകയ്ക്ക് താമസിക്കുന്ന വീട്. അവധിക്കാലം തുടങ്ങിയപ്പോൾ ആനന്ദ് ചേട്ടനും കുടുംബവും നാട്ടിലേക്ക് പോയി. ആ സമയത്ത് ഹെൽമറ്റ് ഈ കാണുന്ന ആണിയിൽ ഇങ്ങനെ തൂക്കിയിട്ടു. ഇന്ന് ഈ ഹെൽമറ്റ് ഒരു അമ്മക്കിളിയുടെയും 4 കുഞ്ഞുങ്ങളുടെയും വീടാണ്. അമ്മക്കിളയ്ക്കും കുഞ്ഞുങ്ങൾക്കും സുരക്ഷ ഒരുക്കുന്നത് ഈ 9ാം ക്ലാസ്സുകാരൻ ആനന്ദ് ചേട്ടൻ്റെ അയൽവാസിയായ സയ്യാനാണ്. ഇതെങ്ങനെ ഹെൽമറ്റിനകത്ത് പശുകൂട് കൂട്ടിയത്? അതൊരു ദിവസം അവർ നാട്ടിൽ പോയ സമയത്ത് ഞാൻ നോക്കിയപ്പോൾ കിളി ഇങ്ങനെ ഇതിന്ന് ഇറങ്ങിപ്പോണതും കയറുന്നത് കണ്ടപ്പോൾ ഞാൻ വെറുതെ ഫോൺ വെച്ച് ഫോട്ടോ എടുത്ത് നോക്കിയതായിരുന്നു. അപ്പോഴാണ് കിളി മുട്ടയിട്ടത് കണ്ടത്. ഫസ്റ്റ് സെറ്റ് ഒരു 3 എണ്ണം വിരിഞ്ഞു പോയിരുന്നു. ഇതിപ്പോൾ രണ്ടാമത് 4 മുട്ടയിട്ട് കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ടുണ്ട്. ടോട്ടൽ 7 മുട്ട ഇട്ടു. യെസ്. ആദ്യത്തെ 3 എണ്ണം പറന്നുപോയി. യെസ്. എത്ര നാളെടുത്തു അത് പറന്നു പോകാൻ? അത് ഒരു 2-3 ആഴ്ച എടുത്തു. എല്ലാ ദിവസവും ഞാൻ വന്ന് ഫോട്ടോ എടുത്ത് നോക്കലുണ്ട്. പിന്നെ അവിടെ ഞാൻ വെള്ളം വെച്ച് കൊടുക്കാറുണ്ട്. വേനൽക്കാലത്ത് വെള്ളം വെക്കോ? വേനൽക്കാലത്ത് വെള്ളം വെക്കാറുണ്ട്. വെള്ളം വെച്ച് ഈ പക്ഷി വെള്ളം കുടിക്കാൻ വന്നിട്ടുണ്ട് അവിടെ? ഈ പക്ഷിയും വേറെ പക്ഷികളൊക്കെ വെള്ളം കുടിക്കാൻ വരുന്നുണ്ട്. ആനന്ദങ്ങൾ എന്താ പറയാ ഇങ്ങനെ കൂടുകൂട്ടിന്ന് പറഞ്ഞപ്പോ? ആനന്ദങ്ങൾ പറഞ്ഞാൽ ഹെൽമെറ്റ് എടുക്കണ്ട, അവിടെ തന്നെ വെച്ചാൽ മതി അങ്ങനെ പറഞ്ഞു. ഹെൽമെറ്റ് തൊടാൻ പോയില്ല? ഇല്ല, ഹെൽമെറ്റ് പിന്നെ എടുത്തിട്ടേ ഇല്ല. പുതിയ ഹെൽമെറ്റ് പിന്നെ വാങ്ങിയതാ ഈ കിളി കൂട് കൂട്ടിയതിന്റെ ശേഷം. ഇതിനിടയ്ക്ക് ആനന്ദേട്ടൻ ഇവിടെ വന്നായിരുന്നോ? വന്നിരുന്നു. അപ്പോഴൊക്കെ കിളി ഇങ്ങനെ പാറി പോണത് കാണാം. അവരോട് കുറച്ചും കൂടി അണക്കാണ് കിളികൾ. ആനന്ദ് ചേട്ടൻ ഇവിടെ നിൽക്കുമ്പോൾ കിളി അതിൻ്റെ അകത്ത് തല ഇട്ട് നോക്കുകയൊക്കെ ചെയ്യാറുണ്ട്. പേടിയില്ല? പറന്നു പോവില്ല? ഇല്ല, പറന്നു പോവില്ല. പിന്നെ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഫുഡൊക്കെ വെച്ച് കൊടുക്കും, വെള്ളം വെച്ച് കൊടുക്കും. വല്ലപ്പോയൊക്കെ അതാ അതിന്റെ മുകളിലൊക്കെ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കും. പക്ഷിക്ക് ഏറ്റവും സുരക്ഷിതമായ സ്ഥലത്താണ് പക്ഷി കൂടുകൂട്ടിയിരിക്കുന്നത്. വേനൽക്കാലത്ത് സയാൻ അവിടെ പാത്രത്തിൽ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ പക്ഷി അവിടെ വന്ന് വെള്ളം കുടിക്കുമായിരുന്നു. അങ്ങനെ ഒരുപക്ഷെ ഇത് സുരക്ഷിതമാണ് ഈ സ്ഥലമെന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കാം ഈ ഹെൽമെറ്റിനകത്ത് കൂടുകൂട്ടിയിരിക്കുന്നത്. ഏതായാലും ആനന്ദ് ചേട്ടനും പറഞ്ഞിരിക്കുന്ന ഹെൽമെറ്റ് എടുത്ത് മാറ്റണ്ട, വരുന്നത് വരെ അവിടെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ ഹെൽമെറ്റ് വാങ്ങുകയും ചെയ്തു. ഏതായാലും അമ്മക്കിളിയും 4 കുഞ്ഞുങ്ങളും സുരക്ഷിതമായി ഹെൽമെറ്റിൽ ഇരിക്കുകയാണ്. ഞങ്ങളും ആ കിളിക്കൂടിനെ ശല്യപ്പെടുത്തുന്നില്ല, അവിടെ തന്നെ ഇരുന്നോട്ടെ. പാമ്പോ മറ്റേട ജീവികൾക്കൊന്നും തന്നെ കയറാൻ പറ്റാത്ത സുരക്ഷിതമായ ഒരു സ്ഥലത്താണ് ഈ അമ്മക്കിളി മുട്ടയിട്ട് കുഞ്ഞുങ്ങൾ വിരിയിച്ചിരിക്കുന്നത്. കോഴിക്കോട് നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് വിനീഷ് ഓളമണയ്ക്കൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ് ഇൻ റിപ്പോർട്ടർ. ഹെൽമറ്റ് കൊണ്ട് സ്വന്തം തല സംരക്ഷിക്കുന്നതിനോടൊപ്പം ഒരു കിളിയുടെ കുടുംബത്തിന് കൂടി സംരക്ഷണം ഒരുക്കുന്നു എന്നുള്ള കാഴ്ച സുന്ദരമായ ഒരു കാഴ്ചയല്ലേ? നമ്മളും ഇങ്ങനെയൊക്കെ ചെയ്യുക. ചുറ്റുപാടുമുള്ള ജീവജാലങ്ങൾക്ക് വേണ്ടിയിട്ട് വെള്ളം കൊടുക്കാൻ നമ്മൾ നേരത്തെ പലപ്പോഴും പറയുമായിരുന്നു. ഈ ഉഷ്ണതരംഗം ശക്തമായി നിൽക്കുമ്പോൾ ഈ കിളിക്കൊന്നും വെള്ളം കുടിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അപ്പോൾ നിങ്ങളിൽ പലരും അത് കേട്ടിട്ട് തന്നെ വെള്ളം എടുത്തു വെച്ചു എന്നറിയുന്നത് വലിയ സന്തോഷം. ഇപ്പോൾ ഒരു ഹെൽമറ്റിൽ ഒരു കിളിക്കൊണ്ടൊരുക്കിയ കഥയാണ് നമ്മൾ കണ്ടത്. കൊള്ളാമല്ലേ? ഇങ്ങനെയൊക്കെ മനുഷ്യർക്കും ചെന്ന് കയറുന്ന സ്ഥലങ്ങളിൽ സുരക്ഷിതമായിട്ട് കഴിയാൻ പറ്റുന്ന ഒരു നാടുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും വാതിലുകൾ ഇല്ലാത്ത അഥവാ മതിൽക്കെട്ടുകളില്ലാത്ത ഈ വാതിലുകൾ അടയ്ക്കാറില്ലാത്തൊരു ഗ്രാമത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആ ഗ്രാമം എത്ര സുന്ദരമായൊരു ഗ്രാമമായിരിക്കും അല്ലേ? ആ ഗ്രാമത്തിലേക്ക് പോവുക എത്ര സുഖകരമായൊരു അനുഭവമായിരിക്കും. പക്ഷെ ഒരു പ്രശ്നമുള്ളത്, അവിടെ ഒരുത്തൻ മാത്രം കള്ളനായാൽ മതി, ആ നാട് മുഴുവൻ കള്ളനായിട്ട് മാറും. അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. അപ്പോൾ നല്ലൊരു കാഴ്ചയായിരുന്നു ഹെൽമറ്റിലെ കിളിക്കൂട്. ഇനി പ്രധാനപ്പെട്ട ചില വാർത്തകളിലേക്ക് ഞാൻ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. അതിനു മുമ്പ് നിങ്ങളുടെ